ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 35 ഇഞ്ച് ബോഡി മെഷർമെൻ്റുള്ള ഹാഫ് നെക്ക് കോളർ ചൂരിദാർ കട്ടിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ലൈൻസ് കണ്ടോ, നമ്മുടെ സെൻറ്ററിൽ വരുന്ന നമ്മുടെ കഴുത്ത് ഭാഗത്ത് വരുന്ന ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ഇതുപോലെ മടക്കി വെക്കുന്നു. അതുപോലെ ഇത് നമ്മുടെ എംബ്രോയ്ഡറിക്ക് വേണ്ടിയുള്ള ടിഷ്യൂ ആണ്. ഇത് നമുക്ക് ഒഴിവാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മൾ ഇതുപോലെ നേരെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് മടക്കി വെക്കുക. എന്നിട്ട് നമ്മളിവിടെ മുകളിലാണ് നമ്മളിവിടെ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. കാരണം നമുക്ക് മുകളിൽ കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഇത് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ലെങ്ത്ത്, ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് 41.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടി 42 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇത് നമുക്കൊരു അല്പം ലെങ്ത്ത് കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് ആദ്യം കട്ടിങ് ചെയ്തത്. അടിവശത്ത് അല്പം കൂടുതൽ തുണി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഒരു മടക്കി തയ്ക്കുവാനുള്ള ആ ഒരു അര ഇഞ്ചിൻ്റെ മാർക്കിംഗ് കൂടി ചെയ്തിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ വെക്കുന്നത് സാധാരണ നമ്മൾ 6.5 ഇഞ്ചിലാണ് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാറ്. ഒരു 35 ബോഡി മെഷർമെൻറ്റിന്. നമ്മൾ ഇതിന് കട്ട് ചെയ്യുന്നത് 7 ഇഞ്ചിലാണ്. കണ്ടോ, ഇതുപോലെ 7 ഇഞ്ച്. നമ്മുടെ നെക്ക് കോളർ ആകുമ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാറ്. 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്നാൽ ഇതിൻ്റെ റെഗാളിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചിലാണ്. കണ്ടോ, ഇതുപോലെ 6.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ റെഗാളിൻ്റെ ഷേപ്പ് എടുക്കുവാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ വൈഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. ഇതുപോലെ താഴ്ത്തി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, അതിനുശേഷം ഇവിടെ മുകളിൽ നമ്മൾ നമ്മുടെ തുന്നി വിട്ടതിന് ശേഷം നമ്മൾ 5.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ വൈഡും ഇറക്കവും ഒക്കെ മാർക്ക് ചെയ്യാറ്. ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു 13 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു, ഷേപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ 19.5 ഇഞ്ചിൽ നമ്മുടെ സൈഡ് സ്ലിറ്റിന് വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് 19.5 ഇഞ്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ബോഡി മെഷർമെൻറ്റ് 35 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 39 ഇഞ്ച് കിട്ടും. 39ൻ്റെ 4/1 9.25 പ്ലസ് 1.25 തുന്നത്തുണി. ഇനി നമ്മുടെ ഈ സെൻറ്റർ ഭാഗത്ത് വരുന്ന ലൂസ് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. 32 3 35. 35ൻ്റെ 4/1 8.25 പ്ലസ് 1.25. ഇവിടുത്തെ ലൂസ് 34 ഇഞ്ചാണ്. 34ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, 38. 38ൻ്റെ 4/1 9.5 പ്ലസ് 1 ഇഞ്ചാണ് നമ്മുടെ തുണി വെക്കുന്നത്. നമ്മുടെ സ്ലിറ്റ് ഭാഗത്ത് നമ്മൾ 9.5 വെച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ വെക്കുന്നത് ബോട്ടം ഭാഗത്ത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് തുണി വെക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നമ്മൾ കൂടുതൽ ബ്രസ്റ്റ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് അല്പം ഷേപ്പ് കൂടുതൽ ചെയ്തെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ വരഞ്ഞെടുക്കാറ്. അപ്പോൾ നമുക്ക് ധരിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ബോഡി ഷേപ്പ് ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്ക് അല്പം റൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ എടുക്കണം. കാരണം കോണ് പോലെ എടുക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്നൊരു 4 ഇഞ്ച് ഇതുപോലെ താഴ്ത്തി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഷേപ്പിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് മാത്രം ഒരു 4 ഇഞ്ച് നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു മാർക്കിംഗ് പീസിൽ കൂടി തന്നെ മാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് കൂടി തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ അടിവശവും കണ്ടോ, ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പീസാണ് കട്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസിൻ്റെ തുണിയെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് കണ്ടോ, ഇതുപോലെ നമ്മുടെ ലൂസിന് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റ് മടക്കി വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ വെക്കുക. കണ്ടോ, ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1 ഇഞ്ചാണ്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാൾ 1 ഇഞ്ച് മുകളിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു.
അതിനുശേഷം നമ്മൾ ഇതുപോലെ വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഷോൾഡർ നമ്മൾ അതേ ഷോൾഡർ തന്നെ 7 ഇഞ്ചിൽ വെക്കുന്നു. അതുപോലെ നമ്മുടെ കഴുത്തിന്റെ വൈഡ് നമ്മൾ വെച്ചിരിക്കുന്നത് 3 ഇഞ്ചാണ്. അതേ വൈഡ് തന്നെ നമ്മൾ ഇവിടെ വെക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു സെന്റർ കണ്ടോ, നമ്മൾ ഒരു ഇഞ്ചാണല്ലോ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാർക്കിന്റെ നേരെ പകുതി 1/2 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അവിടെ നിന്ന് നമ്മൾ റൗണ്ടിൽ എടുക്കാൻ പാടില്ല, നമ്മളൊരു സ്ലോപ്പ് ആക്കിയിട്ട് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ വൃത്തിയോടുകൂടി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊരു കോണ് പോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ട് എടുക്കണം. നമ്മൾ റൗണ്ടിൽ എടുക്കാൻ പാടില്ല, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസിന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിന്റെ റഗാളിന്റെ ഭാഗത്ത് നിന്ന് അല്പം കുഴിച്ച് മുറിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ബാക്ക് പീസിനെ നമ്മൾ ഉള്ളിൽ നിന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ, മുകളിൽ നിന്ന് തുടങ്ങാൻ പാടില്ല. ഒരു ഇഞ്ചൊക്കെ താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുക. ഇനി നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം 2 മടക്കാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ നേരെ നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് നമ്മൾ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ സ്ലീവിന്റെ ഈ അടിവശത്ത് ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ലൈനിങ് മടക്കി തയ്ക്കുവാനുള്ള, ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു തുണി മാത്രം നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ വിടുന്നു. ഇനി നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ്. സ്ലീവിന്റെ ലെങ്ത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ആ ഒരു വരയിൽ നിന്നാണ് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോഡി മെഷർമെന്റ് അനുസരിച്ച് നമ്മുടെ സ്ലീവിന്റെ ലൂസ് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ബോഡി 35 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുന്നു, 32 ഇഞ്ച് കിട്ടും. 32ന്റെ 4/1 8 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.25 നമ്മൾ ആ മാർക്കിംഗ് കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ 3.5 ഇഞ്ച് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഷേപ്പിന് വേണ്ടി നമ്മളിങ്ങനെ കൈയുടെ ഷേപ്പ് ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയൂ. ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കൈയുടെ താവിലുള്ള ലൂസ് 12 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 6 ഇഞ്ച്, 1.25 ഇഞ്ച് നമ്മുടെ തുണിക്ക് വേണ്ടി. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കറക്റ്റ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അളവിൽ കറക്റ്റായിട്ട് വരുന്ന ഒരു കണക്കാണിത്. കണ്ടോ, നമ്മൾ ഇനി ഇത് വരഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാർക്കിംഗ് നമ്മൾ സാധാരണ നമ്മുടെ ആളുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അളവിൽ നിന്നോ നമ്മൾ എടുത്തിട്ട് മാർക്ക് ചെയ്യുന്നതല്ല. ഇവിടെയാണ് നമ്മുടെ ഇനി സെന്റർ മാർക്കിംഗ് വരിക. കണ്ടോ, നമ്മുടെ ബാക്ക് പീസിന്റെ സെന്റർ മാർക്കിംഗ് വരിക അവിടെയാണ്. നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെന്റർ മാർക്കിംഗ് അവിടെയായിരിക്കും. ഇനി ആ ഒരു സെന്റർ മാർക്കിംഗ് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതുപോലെ റഗാളിനെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരിക. കണ്ടോ, നമ്മുടെ കൈയുടെ ലൂസ് കിട്ടുന്നത് കണ്ടോ. നമ്മുടെ റഗാളിന്റെ കറക്റ്റ് അളവിനണക്കായിട്ട് നമ്മുടെ ബോഡി ലൂസ് വരുന്നത് കണ്ടോ. ഇതുപോലെ വരും, ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിനെ കണ്ടോ, നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ മുകളിൽ വെക്കുന്നത്. കാരണം നമ്മൾ ഷോൾഡർ ബാക്കിൽ കൂടുതൽ 1 ഇഞ്ച് കയറ്റി കട്ട് ചെയ്തതാണ്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം കണ്ടു, നിങ്ങൾ ആ ഒരു ഭാഗം മുന്നിലേക്ക് തള്ളി വരുന്നത്, ആ ഒരു ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് സ്റ്റിച്ചിങ് സമയത്തൊക്കെയുള്ള നല്ല ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സാധാരണ നമ്മളെ വീഡിയോകളിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് ഒക്കെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വരെ മാത്രം നമ്മൾ അതൊരു സെന്റർ മാർക്കിങ്ങിനേക്കാൾ ഒരു 1.25 ഇഞ്ചൊക്കെ കുറവ് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കട്ടിങ് നിർത്തിയിരിക്കുന്നത്, ഷേപ്പിന്റെ കട്ടിങ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ബാക്ക് പീസിൽ നിന്ന് അല്പം നമ്മൾ ഷേപ്പ് മാത്രം ചെയ്തെടുക്കുന്നു. കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി